ദിലീപേട്ടൻ്റെ 50ാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ. ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന ഞാനൊരു സിനിമയിൽ വന്ന കാലത്ത്, അത് 40 വർഷം മുമ്പുള്ള കാര്യമാണ്, ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ്. അത് അന്ന് തിയേറ്ററുകൾ ഒരുപാട്. സിനിമയെ സംബന്ധിച്ച് അത് അതിന്റെ ഘടകമാണ്, അത് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു. ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ. ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. ഇപ്പൊ എല്ലാ തരം സിനിമകളും ജനങ്ങൾ ഇപ്പൊ ഏറ്റെടുത്ത് എനിക്കൊരു പടം കൊടുക്കുക എന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പൊ ഞാൻ നടനായി, നമ്മൾ ചില അസിസ്റ്റന്റ് അസോസിയേറ്റുകളെ കാണും. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഡയറക്ടറോടുള്ള കൂറ്, ആ പ്രൊജക്ടറോടുള്ള കൂറ്. അപ്പം നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരാളാണ് ബിൻഡോ. അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് പറയണത്. അഭിപ്രായങ്ങൾ പറയാം, അതും നമ്മളുടേത് മാത്രമായിരിക്കണം എന്ന് പറയണത് അതുകൊണ്ടാണ്. അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊരു അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാവും, പിന്നെ അതിൻ്റെ ടാർഗറ്റാവും, അതിൻ്റെ പ്രശ്നങ്ങളാവും. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്.